Hi everyone, welcome back to Creative Zone. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ആർട്ടോ ക്രാഫ്റ്റോ ഡിസൈനിങ്ങോ ഒന്നുമല്ല. ഇന്നത്തെ നമ്മളെ വീഡിയോ 2 പ്ലാന്റ്സ് പരിചയപ്പെടുത്തുക. അത് എങ്ങനെയാണ് ആ പ്ലാന്റ് ഞാൻ പോട്ടിലേക്ക് ആക്കുന്നത്, അതുപോലെ അതെങ്ങനെയാണ് നടുന്നത്, ഇതെല്ലാമാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ? അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ ലേറ്റസ്റ്റ് വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാ ഈ 2 പ്ലാന്റ്സാണ് നമ്മൾ ഇന്ന് പോട്ടിലേക്ക് മാറ്റാൻ പോകുന്നത്. ഇതിൻ്റെ ലീവ്സ് ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ലീവ്സാണ്. ഇത് തിക്കായിട്ട് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് സിങ്കോണിയം എന്നാണ്. ഞാനിങ്ങനെ വേരോടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പോട്ടിലേക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് നോക്കാം. ഇതിൻ്റെ പേര് ക്രിപ്റ്റാൻഡസ് എന്നാണ്. ഇതിൻ്റെ ലീഫും അത്യാവശ്യം തിക്കായിട്ട് നിൽക്കുന്നൊരു ലീഫാണ്, നല്ല ഹാർഡായിട്ടുള്ളൊരു ലീഫാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിതാ ഇങ്ങനെയാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് രണ്ടും പോട്ടിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ക്രിപ്റ്റാൻഡസിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പോട്ടും അതുപോലെ സിങ്കോണിയത്തിന് വേണ്ടി അത്യാവശ്യം വലിയൊരു പോട്ടുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ ചെടി നടുന്നത് എന്ന് കാണിക്കാം. അപ്പോൾ എന്തെല്ലാം മിക്സുകളാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് എന്നുള്ളതും കൂടി കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളുടെ ചെറിയ പ്ലാന്റായ ക്രിപ്റ്റാൻഡസ് നമുക്കൊന്ന് പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ മണ്ണ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ബ്ലാക്ക് കളറിലുള്ള മണ്ണാണ്. ഇത് നമ്മളുടെ പറമ്പിൽ തന്നെ എടുത്ത മണ്ണാണ്. അതുകൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ ഇതിലേക്ക് വളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നീട് ഇതിലേക്ക് വളമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയാണ്. ഇതൊരു ബെസ്റ്റ് വളം തന്നെയാണ്. ഇതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് പ്ലാന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ നേരത്തെ കാണിച്ച ചെറിയ പോട്ടാണിത്. ഇതിൻ്റെ ചുറ്റും ഹോളുകളുണ്ട്, വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു പോട്ടിൻ്റെ പാതി മണ്ണ് നിറച്ച് കൊടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഇത്രയും നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട്. ഈ ഒരു പോട്ടിൻ്റെ പാതി വരെ നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ചെടി വരുന്ന ആ ഭാഗം, നമ്മളുടെ ചെടി നമ്മൾ നടുന്ന ഈ ഒരു സെൻറ്റർ പോർഷനിൽ നമുക്കൊരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ആ ചെടി അതിലേക്കൊന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ചെറിയൊരു ഹോൾ മതി കേട്ടോ. ആ ഒരു ചെടി നമുക്ക് അതിലേക്ക് ഇറക്കി വെക്കാൻ പാകത്തിനായിട്ടുള്ള ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ചെടി ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മണ്ണെല്ലാം സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വളമായിട്ടുള്ള ചാണകപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു സ്പൂൺ, ഒരു വലിയ സ്പൂണാണിത്. അപ്പോൾ ഇതിൽ ഞാൻ 2 സ്പൂണായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു സൈഡിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഇതാ ഈ ഒരു വശത്ത് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുന്നേ ഉള്ളൂ, നന്നായിട്ട് പ്രസ് ചെയ്യുന്നൊന്നുമില്ല. കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് എല്ലാ വശത്തും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഇനി മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ക്രിപ്റ്റാൻഡസ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്ലാന്റായ സിങ്കോണിയം എങ്ങനെയാണ് നടുന്നതെന്ന് കൂടി നോക്കാം. അപ്പോൾ നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കാം കേട്ടോ.
അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ച അതുപോലെയുള്ള പോട്ടിൻ്റെ ഒരു പ്ലാസ്റ്റിക് പോട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലെങ്കാടി കുറച്ചുകൂടെ വലുപ്പമുള്ളൊരു പോട്ടാണ്. അതിലേക്കും ഞാനിതാ പാതിയായിട്ടാണ് മണ്ണ് നിറക്കുന്നത്, ഫുള്ളായിട്ട് നിറക്കുന്നില്ല. നേരത്തെ കാണിച്ച അതുപോലെ തന്നെ പോട്ടിൻ്റെ ഹാഫായിട്ട് നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കുകയാണ്. സിങ്കോണിയം നടുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഇതിൻ്റെ വേരുകളൊക്കെ കറക്റ്റായിട്ടല്ല പ്ലേസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കണം. ഇതുപോലെ വെച്ചിട്ട് ഇനി ഇതിൻ്റെ മേളിൽ നമ്മൾ വളം ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഞാൻ വളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തും ആയിട്ടില്ലേ എന്നൊന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ മേളിൽ നമുക്ക് മണ്ണിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഈ സിങ്കോണിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പ്ലാന്റ് ആയി മാറാൻ കാരണം ഇതിൻ്റെ ലീഫിൻ്റെ ഒരു ഷേപ്പ്, അതുപോലെ തന്നെ സ്ട്രക്ചർ, കളറ് എല്ലാം പാടെ ഒന്ന് നോക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണിത്. ഇത് നമുക്ക് ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ റൂമിൻ്റെയൊക്കെ ബെഡ്റൂമിൻ്റെയൊക്കെ ഒരു ലുക്ക് തന്നെ മാറ്റി തരുന്ന ഒരു പ്ലാന്റാണ്. അത് കാരണം ഇത് കൂടുതൽ ആളുകളും ഇൻഡോറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ലീഫെല്ലാം തിക്കായിട്ട് വരുന്നൊരു സമയമുണ്ട്. ആ ടൈമിൽ ഇത് കാണാൻ വളരെ ഭംഗിയാണ്. ഇനി ക്രിപ്റ്റാന്തസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പക്ക ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഭംഗി നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം സൺലൈറ്റിൻ്റെ അടുത്ത് തന്നെ വെക്കണം. ഇത്രമാത്രം സൺലൈറ്റ് ലഭിക്കുന്നോ അത്രയും ഭംഗി കൂടുന്ന ഒരു പ്ലാന്റാണ് ക്രിപ്റ്റാന്തസ്. അങ്ങനെ നമ്മളുടെ പ്ലാന്റുകൾ രണ്ടും പോട്ടിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്ലാന്റ്സിനെ കുറിച്ച് ഒത്തിരി ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അറിയണമെന്ന് താല്പര്യമുള്ളവർ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ആ ഡൗട്ട്സുകളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എനിക്ക് കൂടുതലൊന്നും അറിയില്ലെങ്കിലും അറിയുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം.